ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഊട്ടി കാഴ്ചകളെല്ലാം എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം നല്ല ടയേർഡൊക്കെ ആയിരുന്നു, അതാണ് വീഡിയോ ഒന്നും വരാതിരുന്നത്. ഊട്ടി പോയിട്ട് അവിടെയുള്ള ഫ്ലവർ ഷോ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഫ്ലവർ ഷോയുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഇന്നൊരു പുറത്തേക്ക് പോകുന്നുണ്ട്, ഒരു ഷോപ്പിങ്ങിനായിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു സ്വർണ്ണ വളയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ജ്വല്ലറിയിൽ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അത് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി, ഒരു മാസത്തോളമായി. അപ്പോൾ അത് വന്നു എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ ജ്വല്ലറിയിലെത്തി. വള എടുക്കാനായിട്ട് സെയിൽസ്മാനോട് പറഞ്ഞു, അതായത് ബില്ല് കൊണ്ട് കാണിച്ചു. അവരത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കുറച്ച് വളകളുടെയൊക്കെ കളക്ഷൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉള്ളൊരു ജ്വല്ലറിയാണ്. ഞാൻ മുമ്പ് ഇവിടുന്ന് കൂടുതലും ഗോൾഡ് ഞാൻ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വേറെ ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കാണത്തില്ല. ചിലപ്പോൾ അത് വെയിറ്റ് കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു വെയിറ്റിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഡിസൈനും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെയാണ് കൂടുതലും സ്വർണ്ണം വന്ന് എടുക്കാറുള്ളത്. ശരിക്കും ഈ വള എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തതല്ല. ആദ്യം ഞാൻ ഇവിടെ വന്ന് വള എടുക്കുമായിരുന്നു. അപ്പോൾ ഒരേ ടൈപ്പിലുള്ള കുറേ വളകളുണ്ടായിരുന്നു. ഒരു ദശാവതാര മോഡൽ വളയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അത് കയ്യിലിട്ട് നോക്കിയപ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് തോന്നി. കാരണം 2-3 ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ ഇട്ട് നോക്കിയായിരുന്നു. അതിൽ തന്നെ സ്റ്റോൺ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോൺ ഉള്ളതായിരുന്നു എനിക്ക് കറക്റ്റെന്ന് തോന്നുന്നു. വീട്ടിൽ കൊണ്ട് വന്നിട്ടതിന് ശേഷമാണ് കുറച്ചത് വലുതായതായിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി. അപ്പം തെറ്റിപ്പോയെന്ന് മനസ്സിലായി. നമ്മൾ ഇട്ട അളവല്ല എടുത്തതെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ പിന്നെ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഓർഡർ എടുത്തിട്ട് ചെയ്തു തരാം, കറക്റ്റ് അളവിന് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും ഡിലേ ആവുന്നത്. അങ്ങനെയാണ് ഒരു മാസത്തോളം ആയത്. അങ്ങനെ അത് ഓർഡർ ചെയ്ത് വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. തിരിച്ചെത്തിയപ്പോഴാണ്, സാധനം കയ്യിൽ കിട്ടിയപ്പോഴാണ് അവർ വിളിച്ചത്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇതാണ് ആ മോഡൽ. ഞാൻ ആദ്യം ഈ വള എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഞാൻ ആദ്യം എടുത്തതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ സൈസിൽ തന്നെയാണ് അവരിപ്പോൾ ചെയ്ത് തന്നേക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് 2.25 പവനാണ് വരുന്നത്. 2.25 പവനിൽ ദശാവതാര മോഡലാണ്. അപ്പോൾ ഞാൻ ഈ വളയൊക്കെ നോക്കിയിട്ട് പിന്നെ എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇടാനായിട്ട്, ഇതിപ്പോൾ നടുക്കായിട്ടാണ്, വലിയ വള നടുക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒരു ചെറിയ വളയും കൂടെ ഇടാമെന്ന് കരുതിയിട്ട് എനിക്ക് ഈ ഡിസൈനും കൂടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതും കൂടെ പറഞ്ഞു. ഇത് ഒരു പവനകത്താണ് ഒരു വള വരുന്നത്. അങ്ങനെ ഈ 2 വളയും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ കൊള്ളാൻ തോന്നിയത്. ഒറ്റയ്ക്കിട്ടാലും കൊള്ളാം, പക്ഷേ എന്തായാലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ഇങ്ങനെ മൊത്തമായിട്ട് കിടക്കുമല്ലോ. അപ്പം 3 സെറ്റ് ചെയ്തിടാമെന്ന് കരുതി അതും കൂടെ വാങ്ങിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ ഈ ഡിസൈൻ? അത് സാധാരണ ഡിസൈനാണ്, നോർമൽ ഡിസൈനാണ്. പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ ഈ വള ഭംഗി എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കിടുന്നതാണ് ഭംഗി, എല്ലാം കൂടെ ചേർത്തിടുമ്പോൾ ഒരു അത്രയ്ക്ക് ഭംഗി തോന്നുന്നില്ല എന്ന്. പക്ഷേ ആയിക്കോട്ടെ, എന്തായാലും ഞാൻ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വിശേഷം. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയണേ, നോക്കിയിട്ട് വള കൊള്ളാമോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.